നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത കുട്ടിയാ പാർവതി. അത് താങ്കൾ കണ്ടോ? ഇല്ലല്ലോ. വിവാഹത്തോടെ നിന്റെ അധീനതയിലായ സ്വത്തുക്കൾ കൈവിട്ടു പോകാതിരിക്കാൻ നീ നിന്റെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതാണ് എനിക്ക് കിട്ടിയ പരാതി. സാർ, അത് കള്ളപ്പരാതിയാണ് സാർ. പാർവതി വിശാലിനെ അപകടപ്പെടുത്താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പൂക്കളിൽ മാരകമായ കെമിക്കൽ സ്പ്രേ ചെയ്ത് വിശാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് എനിക്ക് കിട്ടിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണോ മിസ്റ്റർ ഗോപിനാഥ് പറയുന്നത്? സാർ, വിശാലിന്റെ റൂമിൽ നിന്ന് കിട്ടിയ പൂക്കളിൽ എന്തോ സംശയം തോന്നിയിട്ട് പാർവതി അതെടുത്ത് സർക്കിൾ ഇൻസ്പെക്ടർ അരവിന്ദനെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം അതെടുത്ത് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചപ്പോ സ്ലോ പോയിസൺ പോലെ പ്രവർത്തിക്കുന്ന എന്തോ ഒരു കെമിക്കൽ അതിൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. പാർവതി വിശാലിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയല്ല സാർ ചെയ്തത്. അപകട സാധ്യത തിരിച്ചറിഞ്ഞ് അവനെ രക്ഷിക്കുക ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്റെ 2 ചോദ്യങ്ങൾക്കുത്തരം മിസ്റ്റർ ഗോപിനാഥനും പാർവതിയും നൽകേണ്ടി വരും. ആദ്യത്തെ സംശയം, കെമിക്കലിന്റെ സാന്നിധ്യമുള്ള പൂക്കൾ ഈ വീട്ടിൽ എങ്ങനെ വന്നു? ആ പൂക്കളിൽ കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെന്ന് പാർവതി എങ്ങനെ തിരിച്ചറിഞ്ഞു? അതാണ് എന്റെ 2ാമത്തെ ചോദ്യം. പാർവതി, പറഞ്ഞു കൊടുക്ക. നിനക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും നീ സാറിനോട് തുറന്നു പറയ. ആ പൂക്കൾക്ക് മോശം മണമായിരുന്നു. മോശം മണമുള്ള ധാരാളം പൂക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിലെല്ലാം കെമിക്കൽ സ്പ്രേ ചെയ്തുകൊണ്ടാണോ ആ ഗന്ധം ഉണ്ടാവുന്നത്? എന്റെ ദേവി, ഞാൻ എന്താ ഇപ്പൊ മറുപടി പറയാം? എന്റെ ഉദയനൂരമ്മ പൂക്കളുടെ മരണഗന്ധത്തെക്കുറിച്ച് ജയയുടെ ആത്മാവാണ് പറഞ്ഞു തന്നെന്ന് ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ലല്ലോ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്റെ ദേവി? കണ്ടില്ലേ സാറേ, ഒന്ന് മാറിക്കേ സാറേ. സാറിന്റെ ചോദ്യത്തിന് മുന്നിൽ ഇവളുടെ ഉത്തരം മുട്ടി കണ്ടില്ലേ? എന്ത് കള്ളത്തരം പറയണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. എടീ, അളിയനെ പാട്ടിലാക്കിയതുപോലെ നിനക്ക് എല്ലാരും പാട്ടിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ടേ? എടീ, സാറ് നിന്നെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.